ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തതെല്ലാം അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായാൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 3 ചതുരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ 2 ചതുരങ്ങൾ സെയിം ആണ്. ഇത് കുറച്ച് വലിയ ചതുരവും 2 ചെറിയ ചതുരവും ഒരു വലിയ ചതുരവും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ വലിയ ചതുരത്തെ 2 ത്രികോണങ്ങളായിട്ട് മുറിക്കുന്നു. ഇപ്പോൾ 2 ത്രികോണങ്ങളായി അല്ലേ. ചെറിയ ചതുരങ്ങൾ 2 ത്രികോണങ്ങളായി. എന്നിട്ട് ഈ വലിയ ചതുരത്തിന്റെ സൈഡിനോട് ഈ ത്രികോണങ്ങൾ ചേർത്ത് വെച്ച് ഒരു ഷഡ്ഭുജം നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഒരു ചതുരത്തിൽ നിന്നെടുത്ത ഈ ഒരു ത്രികോണം ഇവിടെ കൊടുത്തു, ഈ ഒരു ത്രികോണം ഇവിടെ കൊടുത്തു. ഇവിടെ നിന്ന് കിട്ടിയ 2 ത്രികോണങ്ങൾ ഈ ചതുരത്തിന്റെ ഈ ഒരു സൈഡിലും കൊടുത്തു, ഈ ഒരു സൈഡിലും കൊടുത്തു. അങ്ങനെ ഒരു ഷഡ്ഭുജം നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഷഡ്ഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. നിർബന്ധമായിട്ടും 30 സെന്റിമീറ്റർ ആകണം. ഇങ്ങനെ 30 സെന്റിമീറ്റർ കിട്ടണമെങ്കിൽ ഈ ചതുരങ്ങളുടെ വശങ്ങളുടെ നീളം എത്രയായിരിക്കണം? ഈ നീളവും ഇവിടെയുള്ള നീളവും എത്രയായിരിക്കണം എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 30 സെന്റിമീറ്റർ ആകണമെന്ന് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തിന്റെ നീളം 30 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ഈ വശങ്ങളുടെ നീളം എത്രയാണ്, ഈ ചതുരങ്ങളുടെ നീളം എത്രയാണ്. ഇത് 30 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര സെന്റിമീറ്റർ നീളമുള്ള വശങ്ങളുള്ള ചതുരങ്ങളാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓരോ വശങ്ങളും 30 സെന്റിമീറ്റർ ആകണമെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വശം 30 സെന്റിമീറ്റർ, ഇതൊക്കെ 30 സെന്റിമീറ്റർ. ഈ വശം എന്ന് പറയുന്നത് എന്താ? ഈ ചെറിയ ചതുരത്തിന്റെ ഈ ഒരു ഇതാണ് അല്ലേ, ചതുരത്തിനെ ത്രികോണമാക്കാൻ വേണ്ടി വരച്ചതാണ്. അപ്പം ഈ ഒരു അളവ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോൺ അറിയാം, ഇത് 19 ഡിഗ്രി ആണ്. അതേപോലെ ഇതും 19 ഡിഗ്രി ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ കോണളവുകൾ കിട്ടണം അല്ലേ. ഇവിടുത്തെ കോണ് കിട്ടാനായിട്ട് നമുക്കിപ്പം കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കാന്നാണ് നോക്കുന്നത്. നമുക്ക് സമഷഡ്ഭുജത്തിന്റെ കോണുകളുടെ അളവ് നമുക്കറിയാം അല്ലെ. 120 ഡിഗ്രി ആണ്. ഈ 120 ഡിഗ്രി ആണ്. അതായത് ഈ ഒരു കോണിന്റെ അളവ് എന്ന് പറയുന്നത്, ഇത്രയും കോണിന്റെ അളവ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. 120ൽ നിന്നും ഇവിടെ ഒരു 90 ഡിഗ്രി പോകും അല്ലേ. അപ്പോൾ 90 ഡിഗ്രി കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ഒരു കോണിന്റെ അളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. 30 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു ത്രികോണത്തിന്റെ കോണളവുകൾ കിട്ടി. അപ്പൊ കോണളവുകൾ എത്രയാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. ഇത് തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1x√3x2 എന്ന് പറയുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതെത്രയാ? 30 ഡിഗ്രി ആണ്, 30 സെന്റിമീറ്റർ ആണ്. 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ വശത്തിന്റെ നീളം 30 ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം എത്രയായിരിക്കും? 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പൊ എത്ര കിട്ടും? 15 എന്ന് കിട്ടും അല്ലെ. ഇവിടെ 15 കിട്ടിയാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ വശത്തിന്റെ നീളം എത്രയായിരിക്കും? അത് എന്ന് പറയുന്നത് 15√3 ആയിരിക്കും അല്ലെ. ഇവിടെ 1 കിട്ടിയപ്പോൾ ഇവിടെ √3, അപ്പൊ ഇവിടെ 15 കിട്ടുമ്പോൾ 15√3. ഇവിടെ 1 കിട്ടിയപ്പോൾ ഇവിടെ 2, ഇവിടെ 15 കിട്ടുമ്പോൾ ഇവിടെ 30 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ വശത്തിന്റെ നീളമാണ് കിട്ടിയത്? ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. അതേപോലെ തന്നെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 15√3 അല്ലെ. ഇത് എന്താണ്? ഇത് ഈ ഒരു ത്രികോണത്തിന്റെ ഈ ഒരു വശമാണ് അല്ലെ. ഈ ഒരു വശമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഭാഗങ്ങളൊക്കെ, വശത്തിന്റെ നീളങ്ങളൊക്കെ ഇവിടെ എഴുതി നോക്കുകയാണെങ്കിൽ ഈ വശത്തിന്റെ നീളം എത്രയായിരിക്കും? 15 ആയിരിക്കും അല്ലെ. ഈ വശത്തിന്റെ നീളം 15√3 ആയിരിക്കും അല്ലെ. അങ്ങനെ ഈ ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഈ വലിയൊരു വശത്തിന്റെ നീളമാണ്. അപ്പം ഈ വലിയൊരു വശത്തിന്റെ നീളം, ഒരു നീളം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് 30 സെന്റിമീറ്റർ ആണ് അല്ലെ. എല്ലാ വശങ്ങളും 30 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഈ വശത്തിന്റെ നീളം, ഇവിടെ നമുക്കുള്ള നീളം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടി അല്ലെ. ഇനി കിട്ടാനുള്ളത് ഈ ഒരു വശത്തിന്റെ നീളം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒരു വശത്തിന്റെ പകുതി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ, 15√3.
അപ്പോൾ ഇത് ഫുള്ള് കിട്ടണമെങ്കിലോ 15√3 പ്ലസ് 15√3. അപ്പോൾ എത്ര കിട്ടും? 30√3 എന്ന് കിട്ടും. അപ്പം 30 സെന്റിമീറ്റർ വശങ്ങളായ സമഷഡ്ഭുജത്തെ നിർമ്മിക്കണമെങ്കിൽ ഈ ചതുരങ്ങളുടെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് ചെറുതിന്റെ 15ഉം 15√3 കിട്ടണം, വലുതിന്റെ 30ഉം 30√3 കിട്ടണം. മനസ്സിലായില്ലേ?